ഒരു യുവാവിന്റെ വൈകാരിക തലങ്ങളിലുള്ള പരീക്ഷണങ്ങളിൽ എന്തു നിലപാട് സ്വീകരിക്കണം? യൂസുഫ് നബി അലൈഹിസ്സലാമിൽ നമുക്ക് മാതൃകയുണ്ട്. പുതിയ കാലഘട്ടത്തിലെ പേടിപ്പെടുത്തുന്ന ഭരണകൂടങ്ങൾക്കും പേടിപ്പെടുത്തുന്ന അത്തരത്തിലുള്ള നിയമ വാഴ്ച നടത്തുന്നവർക്കും മുന്നിൽ എന്തു നിലപാട് സ്വീകരിക്കണം? മൂസാ നബി അലൈഹിസ്സലാമിൽ വിശ്വസിച്ച ഫിർഔനിന്റെ മുന്നിൽ തൗഹീദ് പ്രഖ്യാപിച്ച ചെറുപ്പക്കാരിൽ നമുക്ക് പാഠമുണ്ട്. എന്താണ് അവർ പറഞ്ഞത്? ഫിറഔൻ പറഞ്ഞു, കൈകാലുകൾ വിപരീതമായി ഛേദിക്കും. നിങ്ങൾ നിലപാട് സ്വീകരിച്ചാൽ, മൂസയുടെ നിലപാട് സ്വീകരിച്ചാൽ കൈകാലുകൾ വിപരീതമായി ഛേദിക്കും. ആ ചെറുപ്പക്കാരുടെ പ്രഖ്യാപനം, ഫഖ്ലി മാ അൻത ഖാലിൻ ഇന്നമാ തഖ്ലി ഹാദിഹിൽ ഹയാത്തദ് ദുനിയ. നിനക്കെന്തു ചെയ്യാൻ കഴിയും നീ ചെയ്യടാ. നിനക്ക് ഈ ദുനിയാവിലെ ചെയ്യാൻ കഴിയൂ, ഈ ദുനിയാവിലെ നിനക്ക് കഴിയൂ. ഫിർഔൻ നിന്നെ ഞങ്ങൾ പേടിക്കില്ല എന്ന് പ്രഖ്യാപിച്ച മൂസാ നബി അലൈഹിസ്സലാമിൽ വിശ്വസിച്ച ഒരു കൂട്ടം ചെറുപ്പക്കാർ. പ്രിയമുള്ളവരെ, ഈ യൗവനം കടന്നുപോകും. അതിനു മുമ്പ് നമ്മുടെ ജീവിതത്തിൽ അടയാളപ്പെടുത്തലുകൾ ബാക്കിയാകണം. വകം മിൻ ഫതാ അംസാ വഅസ്ബഹ ലാഹികൻ വഖദ് നുസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി. എത്രയെത്ര ചെറുപ്പക്കാരാണ് ആഹ്ലാദത്തിലും സന്തോഷത്തിലും അവരുടെ പ്രഭാത പ്രദോഷങ്ങൾ അവർ കടിച്ചുകൂട്ടുകയാണ്. അവരറിയുന്നില്ലല്ലോ അവർക്കുള്ള കഫൻ പുടവ തയ്യാറായി എന്നത്. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ നമ്മെ പുതക്കാനുള്ള കഫൻ പുടവ തൊട്ടടുത്തുള്ള കടയിൽ തയ്യാറായിട്ടുണ്ടാകാം. ഒരുപക്ഷെ നമുക്ക് കിടക്കാനുള്ള മണ്ണ് തയ്യാറായിട്ടുണ്ടാകാം. നമ്മളെ കൊണ്ടുപോകാനുള്ള കൂട്ടുകാർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. കൊണ്ടുപോകാനുള്ള മയ്യത്തുകട്ടിൽ പള്ളിയിൽ ഒരുങ്ങിയിട്ടുണ്ട്. നമ്മളാണ് അതിനുവേണ്ടി തയ്യാറെടുക്കാത്തത്, നമ്മളാണ് അതിനുവേണ്ടി ഒരുങ്ങാത്തത്. അതുകൊണ്ട് യുവാക്കളെ, നമ്മുടെ ജീവിതത്തെ വളരെ ഗൗരവത്തോടുകൂടെ നാം ആലോചിക്കുക.